പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നിസ്സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്നത് ഭാഷാവരത്തെക്കുറിച്ചാണ്. ആൾക്കാർക്ക് എപ്പോഴും കർസ്മാറ്റിക് ആധ്യാത്മിക സരണികളെ വിമർശിക്കുന്നവർക്ക് മനസ്സിലാകാത്തത് ഭാഷാവരമാണ്. ഭാഷാവരം എന്ന് പറഞ്ഞാൽ ഭാഷാവരം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി വരണത് ഈ രോഗശാന്തിപരവും ഭാഷാപരമായിട്ടാണ്. അവൻ ഡെലിവറൻസും ഭാഷാപരമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതിനാൽ ആത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മധ്യസ്ഥം വഹിക്കുകയാണെന്നില്ല. റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആത്മാവിൻ്റെ സഹായമാണ് ഈ ഭാഷാപരമായിട്ട് വരണം. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ അവാച്യമായ നെടുവീർപ്പിനാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പം ഉദാഹരണത്തിന് ഈ ഭാഷാപരത്തിൽ ഒരു സിലബിൾ ഉണ്ടാവും, നോൺസെൻസ് സിലബിൾ ഉണ്ടാവും അല്ലേ? ഇപ്പം കൃപാസനത്തിലൊക്കെ ഉപയോഗിക്കണ യാ സിരിയ അറാബി, അത് എപ്പോഴും കിട്ടണമല്ലത്. ഏതെങ്കിലും ഒരു അഭിഷേക സമയത്ത് എനിക്ക് വേണ്ട 2000 അടുത്ത അല്ലെങ്കിൽ ഈ നമ്മുടെ കടലോര കൃപാവരിഞ്ഞ കാലത്ത് കിട്ടിയതാണത്. എപ്പോൾ കിട്ടി ഞാൻ ഇപ്പോഴും ഓർക്കണില്ല. പക്ഷേ ഭാഷാപരത്തിൻ്റെ ഒരു രീതി എന്ന് പറയണത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിച്ചാൽ മതി. അല്ല ഓരോ സമയത്തും ഓരോ ഭാഷാപരം അറിഞ്ഞു കിട്ടത്തില്ല. മറിച്ച് ഒരു ഭാഷാപരത്തിൻ്റെ സിലബിൾ കിട്ടിയാൽ അത് പിന്നീട് ഉപയോഗിക്കുമ്പോൾ, വിശ്വാസത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ എന്താ പ്രോബ്ലം, ഇപ്പോൾ ഒരാൾ പനിയാണെന്നും പറഞ്ഞ് വരുന്നത്, അപ്പം നമ്മൾ അവരെ പ്രാർത്ഥിക്കുന്നത്, പനിയാകണം നിർബന്ധമില്ല, വല്ല മഞ്ഞപ്പിത്തവരായിരിക്കും, അറിയത്തില്ലല്ലോ. അപ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളാ കഥയൊക്കെ വെച്ചുകൊണ്ട് ഭാഷാപരത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആത്മാവ് തന്നെ ആ യഥാർത്ഥ രോഗം വിവേചിച്ചിട്ട് കർത്താവിൻ്റെ തിരുസന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഇതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എടുക്കാൻ പോകുമ്പോഴും ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഭാഷാപരത്തെ കിട്ടിയാൽ നല്ലതാണ് ഭാഷാപരം. അല്ലെങ്കിൽ ഭാഷാപരം കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നവരെ നല്ലത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവാണ്. അത് പിന്നെ ആ കുഴപ്പമില്ല. കാര്യം അതിൻ്റെ അകത്ത് ദൈവം തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ അറിഞ്ഞല്ല പ്രാർത്ഥിക്കണമെങ്കിലും കർത്താവ്, ഞാനൊരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറുക്കനെ കാണാൻ പോവുകയാണ്, എനിക്കറിയത്തില്ല, നീ തന്നെ അത് സെലക്ട് ചെയ്യണം, എനിക്ക് പറ്റാത്തതാണ്, എൻ്റെ കുടുംബത്തിൽ പറ്റാത്തതാണെങ്കിൽ നീ അത് ഒഴിവാക്കണം എന്ന് പറയുന്നതിന് പകരം സുഖസ്ഥയുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈ കേസ് എടുത്താലും എൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങയുടെ അത് സ്വീകരിക്കാതിരിക്കുന്നതല്ല, സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലേലും അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഇപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഓപ്പൺനെസ് സ്പിരിറ്റുണ്ട്. പ്രാർത്ഥനയ്ക്ക് അന്തിമ തീരുമാനം കർത്താവിൻ്റെതായിരിക്കും. അത് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഭാഷാപരം എന്ന് പറയുന്നത്. പക്ഷേ ഭാഷാപരം അങ്ങനെ ക്വാളിറ്റിയുള്ള മറ്റു വരങ്ങളെപ്പോലെ അല്ലെന്ന് സെൻറ്റ് പോളും ആദിമസഭയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ആക്രാന്തം മൂത്ത് ഭാഷാപരം ഇല്ലെങ്കിൽ എനിക്ക് കൃപ കിട്ടില്ലെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ തന്നെയും ദൈവസ്നേഹത്തോടെയും വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് അതിലും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഭാഷ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. കിട്ടുന്നില്ലെങ്കിൽ കിട്ടാൻ വേണ്ടി കിടന്നുകൊണ്ട് മത്സരം പിടിക്കുകയോ വെബ്രാളം കാണിക്കുകയോ അല്ലെങ്കിൽ അഭിനയിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാര്യം ഭാഷാപരം പറഞ്ഞാണ് സഭയെ
മറ്റുള്ള ആൾക്കാർ പലരും അവമതിക്കണത്. ചില ആൾക്കാരുടെ ഭാഷാവരം കേട്ട് കഴിഞ്ഞാൽ അത് കോമഡി പോലെ തോന്നുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്തോ ഒക്കെ സത്യസന്ധമാണോ എന്ന് നമുക്കറിയത്തില്ല, നമുക്ക് വിധിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാലും മതി. പക്ഷേ അതിനകത്ത് വിശ്വാസം ഉണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം. പക്ഷേ അതിനേക്കാളുപരി വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തിലും ഒരു പ്രാർത്ഥനയും ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല. ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സമർപ്പണം വേണം. സമർപ്പണം എന്ന് പറയുന്നത് ദൈവ മനസ്സിനുള്ള സമ്പൂർണ്ണമായ കീഴ്വഴങ്ങലാണ്. അതിന് തയ്യാറായിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ അന്തിമ തീരുമാനം എൻ്റെ കർത്താവിൻ്റെതാണെന്ന് പറയുന്നവർക്കാണ് ദൈവം അതിൻ്റെ ഉത്തരം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിയോഗങ്ങൾ സാധിച്ചു കിട്ടണമെന്നായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് നിയോഗങ്ങൾ അമ്മ എപ്പോൾ വേണേലും സാധിച്ചു തന്നോ, കുഴപ്പമില്ല. എനിക്ക് വേണ്ടിയിട്ടുള്ള നിയോഗങ്ങൾ അമ്മ എപ്പോഴെങ്കിലും സാധിച്ചു താ. പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അമ്മ എനിക്ക് അന്നേരം തന്നെ സാധിച്ചു തരണം. അമ്മയുടെ വലിയൊരു സാക്ഷിയാക്കി മാറ്റണം. പിന്നെ എൻ്റെ ഈ നിയോഗങ്ങൾ സാധിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ അപ്പയുടെയും അമ്മയുടെയും മകളായി ഇനി ഉടമ്പടിയിൽ നിത്യതയോളം ജീവിക്കുവാനുള്ള കൃപ മാത്രം എനിക്ക് തന്നാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പം എനിക്കുള്ളൂ. എൻ്റെ എല്ലാ ഭാരങ്ങളും അമ്മ മാതാവിൻ്റെ മുമ്പാകെ ഇപ്പം സമർപ്പിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും എൻ്റെ അപ്പയുടെയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ അപ്പയുടെയും അമ്മയുടെയും മകളായി നിന്നുകൊണ്ട് എനിക്ക് ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയണം എന്ന് ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് തന്നെ സാക്ഷ്യം പറയാൻ ഞാൻ ഒരുങ്ങി വന്നതല്ല. ഇന്നലെ ധ്യാനം കഴിഞ്ഞു, മിനിഞ്ഞാന്ന് ഇന്നലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊരു സാക്ഷ്യം കണ്ടു. അപ്പം സാക്ഷ്യം കണ്ടപ്പം അതിനകത്ത് ഒരു ചേച്ചി പറഞ്ഞു, നിയോഗത്തിൽ വെച്ച സാക്ഷ്യങ്ങളല്ല, ഞാൻ ആദ്യം വേറൊരു സാക്ഷ്യം പറഞ്ഞു തന്നു. അപ്പം ഞാൻ ഓർത്തു, നിയോഗത്തിൽ വെച്ച സാക്ഷ്യങ്ങൾ നിയോഗം സാധിച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് വെച്ചാണ് ഞാനിരുന്നത്. ഞാൻ പെട്ടെന്ന് റെഡിയായി. ഞാൻ ഇന്ന് ഉപവാസം എടുത്തു. ഇന്ന് ഉപവാസത്തോടെയാണ് ഞാനിവിടെ വന്ന് ഇന്നലെ മുതലേ ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ഇന്നും ഉപവാസമെടുത്ത് പ്രാർത്ഥനയോടെയാണ് ഒരുങ്ങിയാണ് എൻ്റെ അപ്പയുടെയും അമ്മയുടെയും മുമ്പാകെ വന്ന് നിന്ന് അപ്പയും അമ്മയും തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും മകളായി നിന്നുകൊണ്ട് തന്നെ, ചേർന്ന് നിന്നുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന്, ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിന്, വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം മാറ്റി ഒരു മകളായി ചേർത്ത് പിടിച്ചതിന് ഒരായിരം നന്ദി ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ സമർപ്പിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് റൂബി. ഞാൻ ലൂർദ് മാതാ പച്ച ഇടവകയിൽ നിന്ന് വരുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ എനിക്കും സാക്ഷിയാകുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട നിരവധി നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. 2022 ഫെബ്രുവരി മാസം ഞാൻ ഉടമ്പടി എടുത്തു. അന്നു മുതൽ ഈ നിമിഷം വരെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ കൃപകൾ, അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ടിരുന്നു. 2022 ഡിസംബർ 9 എൻ്റെ ഹസ്ബൻഡിന് ഒരു ബൈപ്പാസ് സർജറി ഉണ്ടായിരുന്നു. സർജറിയുടെ ആ ദിവസങ്ങളിൽ, മാസങ്ങളിൽ ഒക്കെ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഷുഗർ ഹൈ ആയത് കാരണം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓപ്പറേഷൻ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യങ്ങളിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും ഷുഗർ ഹൈ ആകും. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ജോസഫ് അച്ഛനോട് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഷുഗർ നോർമലാകുകയും ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുകയും ചെയ്തു. അവിടെ ഓപ്പറേഷന് അഡ്മിറ്റായപ്പോഴത്തേക്കും ഡോക്ടർമാർ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് തടിച്ച് പൊങ്ങുകയും അത് പഴുത്ത് പൊട്ടുകയും ചെയ്യുന്ന ഒരു ശരീരമായിരുന്നു. എന്ത് ചെറിയൊരു മുറിവുണ്ടായാലും ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്കും അത് നെഞ്ച് കീറിയുള്ള ഒരു ഓപ്പറേഷൻ ആയത് കാരണം അത്രയും ഭാഗം തടിച്ചു പൊങ്ങുകയും അത് പഴുത്ത് കഴിയുമ്പോൾ ഇൻഫെക്ഷൻ ആകുകയും ചെയ്താൽ അത് ഞങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ വേറെ ഡോക്ടർമാരെ കണ്ടോളൂ,
അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഉപ്പും ചേർത്ത് എല്ലാ ദിവസവും ഹോസ്പിറ്റലിലായിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും ഞങ്ങൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ 5-ാമത്തെ ദിവസം തന്നെ യാതൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ സൗഖ്യത്തോടെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോരുകയും അത് കഴിഞ്ഞ് തുടർച്ച 3 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ ആയിരിക്കുകയും പൂർണ്ണ പരിചരണം കൊടുക്കുകയും ചെയ്തത് അത് മാതാവിൻ്റെ ഈശോയുടെയും വലിയ കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ നെഞ്ചിൻ്റെ അവിടുത്തെ ആ പാട് വളരെ നോർമലായിരിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കുറയുകയും ചെയ്തു. ഇത് മാതാവ് ചെയ്ത അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം, എനിക്ക് ഹസ്ബൻഡിന് നേരത്തെ തന്നെ രോഗങ്ങളൊക്കെ ആയത് കാരണം ഞങ്ങൾ സാമ്പത്തികമായിട്ട് തകർന്നു പോയി. ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ വീട് വളരെ ചെറിയ ഒരു വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലായിരുന്നതിനാൽ ഞങ്ങൾക്ക് അത് പൊളിച്ചു പണിയുന്നതിന് വേറെ വീട് ആ സ്ഥാനത്ത് വേറെ വീട് പണിയുന്നതിനും ഞങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുമായത് കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് വീട് പൊളിച്ച് മാറ്റുന്നതിനെക്കുറിച്ച് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ഈശോയോടും മാതാവിനോടും മാതാവേ ഞങ്ങൾക്കൊരു വീട് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും ഈ ഒരു നിയോഗം ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. കാരണം ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, വീടാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ 2021 ഒരു പ്രകൃതിക്ഷോഭത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലോട്ട് ഒരു മരം വന്ന് വീഴുകയും വീട് പൂർണ്ണമായിട്ടും നശിക്കുകയും ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ മാതാവേ ഞങ്ങൾക്കൊരു വീടിന് ഇത് പൊളിച്ചു മാറ്റാനും പോലും പറ്റാത്ത ഒരു സാഹചര്യമാണല്ലോ, എന്ത് ചെയ്യും? മാതാവ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഈശോയും മാതാവും കൂടെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ 3 മക്കളാണ് എനിക്കുള്ളത്. 3 പേരും വീട്ടിലകത്തിരുന്ന് പഠിക്കുകയായിരുന്നു. ഞങ്ങൾ മുറിക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 6:30 ആയപ്പോൾ ഔട്ടോ ചുഴലിക്കാറ്റെന്ന് പറയും. ആ സമയത്ത് വീടിന് മുകളിലോട്ട് മരം വന്ന് വീണത്. ഈ സാഹചര്യത്തിൽ പിറ്റേ ദിവസം വീട് നാശമായി, പൂർണ്ണമായിട്ടും നാശനഷ്ടം സംഭവിച്ചു എന്ന് പത്രത്തിൽ വരികയും ചെയ്തു. പക്ഷേ എങ്കിലും നമുക്ക് പഞ്ചായത്തിൽ നിന്നോ എവിടെ നിന്നോ നമുക്ക് ഒരു സഹായം ഒന്നും കിട്ടത്തില്ല. കാരണം അതിൻ്റെ പുറകെ ഞാൻ ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഞങ്ങൾ പേര് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു 5 പൈസ പോലും സാമ്പത്തിക സഹായം കിട്ടത്തില്ല. ഇങ്ങനെ 1-2 വർഷം ഇങ്ങനെ കഴിഞ്ഞു പോയപ്പം ഞാൻ കളക്ടറിൻ്റെ അടുക്കൽ ചെന്നു. കളക്ടറിൻ്റെ അടുക്കൽ ചെന്നപ്പം കളക്ടർ പറഞ്ഞു, നിങ്ങളുടെ നമ്പർ 172 ആണല്ലോ, ഇതൊരു 3-4 വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വരുമല്ലോ, അപ്പം ഞങ്ങളുടെ ലൈഫും തീരും. 3-4 വർഷം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വീടില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ആൻറ്റി അങ്കിളും ഉണ്ടായിരുന്നു. ആ ആൻറ്റിയോടും അങ്കിളിനോട് ഞങ്ങൾ വന്ന് പറഞ്ഞു, വീടൊന്നും ഞങ്ങൾക്കൊന്നും കിട്ടത്തൊന്നുമില്ല, കളക്ടർ പറഞ്ഞു ഒരു 3-4 വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വരും, അത് കഴിഞ്ഞും കിട്ടുന്ന കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് വിഷമിച്ചു. മാതാവിനോട് വീണ്ടും ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് ഈശോയോട് പറഞ്ഞു, എൻ്റെ മാതാവേ കളക്ടർ പോലും പറഞ്ഞു ഒരു 3-4 വർഷം കാത്തിരിക്കണമെന്ന്. ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ അമ്മയിൽ വിശ്വസിക്കുന്നു. അമ്മയും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് ഒരു ഭവനം പൂർത്തിയാക്കി തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ആൻറ്റിയും അങ്കിളും ഞങ്ങളുടെ വീടിനടുത്താണ്. ആൻറ്റി അങ്കിളും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഒരു വീട് പണിത് പൂർത്തിയാക്കി ഞങ്ങൾ തന്നോളാം, നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളാം പറഞ്ഞു. ജൂൺ മാസം 2023 ജൂൺ മാസം 7-ാം തീയതി കല്ലിടുകയും കഴിഞ്ഞ 2024 ജനുവരി 20-ാം തീയതി
വെഞ്ചരിപ്പ് കർമ്മം പൂർത്തിയാക്കി ഞങ്ങൾ അതിൽ താമസിക്കുകയും ചെയ്തു. ഈ വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു. ഈ വലിയ അനുഗ്രഹം ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാനും നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ധാരാളം മക്കളെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് രോഗികൾക്ക് എൻ്റെ കയ്യിലുള്ള വിശുദ്ധ വസ്തുക്കൾ, കാശ്രൂവും തൈലവും ഉപ്പും അവിടെ എല്ലാ രോഗികൾക്കും കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അവരെ ഓരോരുത്തരെയും കൃപാസനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ വീടിനടുത്ത് എൻ്റെ ആത്മീയ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു. അതിയമ്മേ, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടിൻസി. ഞാൻ ആലപ്പുഴ പാതിരാപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം 2022 വിവാഹം കഴിഞ്ഞു ഞങ്ങൾ ആഗ്രഹിച്ചു ആ വർഷം തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണമെന്ന്. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം പോലെ നടന്നില്ല. പിറ്റേ വർഷം ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ മാതാവിനോട് ചെന്ന് പ്രാർത്ഥിക്കും, നമുക്കൊരു കുഞ്ഞിനെ വേണമെന്ന്. പോയി ഉടമ്പടി എടുത്ത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും, നമുക്കൊരു കുഞ്ഞിനെ വേണമെന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നു മാതാവിൻ്റെ അടുക്കൽ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു.